മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, ആശ്വമേധിക പർവം, ആശ്രമവാസിക പർവം, മൗസലപർവവും കഴിഞ്ഞ് മഹാപ്രാസ്തനിക പർവത്തിലെ മഹാപ്രസ്ഥാനത്തിലുള്ള പാണ്ഡവരുടെ പുറപ്പാടും ആരംഭവും അഗ്നിഗാണ്ഡീവം തിരികെ വാങ്ങുന്നതും നായ്ക്ക് വേണ്ടിയുള്ള ധർമ്മപുത്രവാദവും പാണ്ഡവരുടെ മരണവും കൊണ്ടാണ് മഹാപ്രാസ്തനിക പർവം സമാപിച്ചത്. ഇനി മഹാഭാരതത്തിലെ അവസാനത്തെ പർവമാണ് 18ാമത്തെ പർവം, സ്വർഗാരോഹണ പർവം. ഇതോടുകൂടി മഹാഭാരതം സമ്പൂർണ്ണമാവുകയാണ്. തുടരുന്നു. സ്വർഗത്തിലെത്തിയ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരെയും പാഞ്ചാലിയെയും കാണുവാൻ വെമ്പൽ കൊണ്ടു. അവരെ തേടി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവിടമാകെ പരതി നടന്നു. അവരെ ആരും കാണാതെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥനായി. അപ്പോഴാണ് അദ്ദേഹം ദുര്യോധനനെ കണ്ടത്. അവൻ സർവാലങ്കാര വിഭൂഷിതനായി ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും മധ്യത്തിൽ സ്വർണ്ണ സിംഹാസനത്തിലിരിക്കുന്നു. സൂര്യനെ പോലെ ശോഭയോടും അത്യന്തം സന്തോഷത്തോടു കൂടിയാണ് ദുര്യോധനന്റെ ഇരിപ്പ്. ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരന് അമർഷമുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് മുഖം പിന്തിരിച്ചു നടന്നു. ദേവന്മാരെ, എനിക്ക് ഈ സ്വർഗം ആവശ്യമില്ല. ദുഷ്ടനായ ഈ ദുര്യോധനൻ കാരണം ഭൂമിയിലുള്ള സകല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൊല്ലേണ്ടി വന്നു. ഇവൻ കാരണം ഞങ്ങളെല്ലാം കാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. ധർമ്മചാരിണിയായ പാഞ്ചാലിയെ സഭാമധ്യത്തിൽ ഗുരുജനങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചവനാണിവൻ. ദേവന്മാരെ, ഈ ദുര്യോധനെ എനിക്ക് കാണണ്ട. എൻ്റെ സഹോദരന്മാരുള്ളിടത്തേക്ക് പോകുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് കേട്ടുകൊണ്ട് നാരദൻ പൊട്ടിച്ചിരിച്ചു. നാരദൻ പറഞ്ഞു, അത് വേണ്ടടോ യുധിഷ്ഠിര, അത് നന്നല്ല. രാജേന്ദ്ര, ഇപ്രകാരം ഒരിക്കലും പറയുവാൻ പാടില്ല. സ്വർഗവാസത്തിൽ വിരോധമൊക്കെ നശിക്കുന്നു. പോരിൽ ദേഹത്തെ ഹോമിച്ച് വീരന്മാരുടെ ലോകത്തിലെത്തിയവരാണ് ദുര്യോധനൻ. അവനെ ദേവന്മാർ പൂജിക്കുന്നു. പഴയ കാര്യങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കരുത്. ഭവാൻ ന്യായപ്രകാരം ദുര്യോധന രാജാവുമായി ചേരുക. ഇത് ഭൂമിയല്ല, സ്വർഗമാണ്. ഇവിടെ വൈര്യങ്ങളൊന്നുമില്ല. നാരദൻ പറഞ്ഞതൊന്നും വിശ്വാസം വരാതെ യുധിഷ്ഠിരൻ മുനിയോട് ചോദിച്ചു. ഭൂമിയിലുള്ള സകല സുഹൃത്തുക്കളെയും ദോഹിച്ച അധർമ്മിയായ ദുര്യോധനൻ ഈ വീരലോകം ലഭിക്കണമെങ്കിൽ അവനെ പോരാടി ജയിച്ച മഹാത്മാക്കളും ശൂരന്മാരും സത്യപ്രജ്ഞരുമായ എൻ്റെ അനുജന്മാർക്ക് എത്ര മഹത്തരമായ ലോകമായിരിക്കും ലഭിക്കുക. മഹർഷി, അവരെ ഒന്ന് കാണിച്ചു തരൂ. കുന്തിപുത്രനായ കർണനെവിടെയാണ്? എനിക്ക് വേണ്ടി യുദ്ധത്തിൽ ഒപ്പം നിന്ന രഥീന്ദ്രന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. അവരാരും ഈ ലോകം നേടിയില്ലെന്നാണോ? അവരെല്ലാം എവിടെയുണ്ടോ അവിടമാണ് എനിക്ക് സ്വർഗം. അവരില്ലാത്തയിടം എനിക്ക് സ്വർഗമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ദേവേന്ദ്രനാണ് ഇതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് വളരെ ധർമ്മം ആചരിച്ചതുകൊണ്ടാണ് അങ്ങേക്ക് ഉടലോടെ സ്വർഗത്തിലെത്തുവാൻ കഴിഞ്ഞത്. പക്ഷേ മനുഷ്യലോകത്തുള്ള ബന്ധനങ്ങളൊക്കെ ഇവിടെ പുലർത്തണമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. അങ്ങയുടെ അനുജന്മാരും മറ്റും ഇവിടെയല്ല ഉള്ളത്. അവരുടെ കർമ്മങ്ങൾ ഫലങ്ങൾക്ക് അനുരൂപമായ സ്ഥാനത്ത് അവർ എത്തിയിരിക്കും. അവിടേക്ക് അങ്ങ് പോകേണ്ട ആവശ്യമില്ല. അതല്ല, അങ്ങേക്ക് സ്വർഗത്തിലെ പദവിയും അനുഭവങ്ങളും ഒന്നും വേണ്ടില്ലെന്നും അനുജന്മാരിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നേ മതിയാകൂ എന്നുമാണെങ്കിൽ അങ്ങനെയും ആകാം. അനുജന്മാരിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് യുധിഷ്ഠിരൻ ഷഠിച്ചു. ഉടൻ തന്നെ യുധിഷ്ഠിരനെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനായി ഒരു ദൂതനെ നിയോഗിച്ചു ഇന്ദ്രദേവൻ. യുധിഷ്ഠിരൻ ദേവദൂതനോടൊപ്പം പുറപ്പെട്ടു. ദേവദൂതൻ മുന്നിലും രാജാവ് പിന്നിലുമായി നടന്നു. അവർക്ക് കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. വഴിയുടെ ഇരുവശങ്ങളിലും ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ഘോരമായ വനമായിരുന്നു. ദുർമാർഗങ്ങളായ കയറ്റവും ഇറക്കവും അസഹ്യമായ ദുർഗന്ധവും യുധിഷ്ഠിരന് വഴിയിൽ അനുഭവപ്പെട്ടു. മാംസവും ചോരയും കൂടിച്ചേർന്ന് ചേറുകെട്ടിയിരിക്കുന്ന വഴി. അവിടെയെല്ലാം കൃമികീടങ്ങൾ നുളച്ചു കിടക്കുന്നുണ്ടായിരുന്നു. കയ്യും തലയും മറ്റ് വയറു പിളർന്ന് കുടൽ ചാടിയ മൃതദേഹങ്ങൾ ആ വഴിയിൽ ധാരാളമായി ഉണ്ടായിരുന്നു. പലതും ചിന്തിച്ച് ധർമ്മപുത്ര രാജാവ് ആ വഴിയുടെ നടുവിലൂടെ നടന്നു. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ദേവദൂതനോട് ചോദിച്ചു, എടോ ദൂത, നമ്മൾ ഇപ്രകാരമുള്ള വഴിയിൽ കൂടി ഇനിയും എത്ര ദൂരം പോകണം? എൻ്റെ സഹോദരന്മാർ എവിടെയാണ്? ഈ പ്രദേശത്തിൻ്റെ പേരെന്താണ്? ദേവദൂതൻ പറഞ്ഞു, ഭവാന്റെ യാത്ര ഇവിടെ വരെ മാത്രമേയുള്ളൂ. അങ്ങയെ തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് ദേവേന്ദ്രൻ്റെ കൽപ്പന. ഭവാൻ തളർന്നില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് പോകുന്നുകൊള്ളുക. യുധിഷ്ഠിരൻ അസഹ്യമായ ദുർഗന്ധം ശ്വസിച്ച് വലഞ്ഞ് പിന്തിരിഞ്ഞു നടക്കുവാൻ തീർച്ചയാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 ഭാഗങ്ങളിൽ നിന്ന് ദീനരോധനങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. ധർമ്മരാജാവേ, പുണ്യപുരുഷ, അങ്ങ് തിരിച്ചു പോകാതെ കുറച്ചുകൂടി അവിടെ നിൽക്കണേ. ഭവാന്റെ ശരീരത്തിൽ തട്ടിവരുന്ന കാറ്റ് ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. വളരെ നാളായി ഇന്നാണ് ഞങ്ങൾ അല്പമെങ്കിലും സുഖമനുഭവിക്കുന്നത്. നൃപസത്തമ, അങ്ങ് പോകല്ലേ. ഇപ്രകാരമുള്ള അപേക്ഷ എല്ലാ ഭാഗത്തു നിന്നും പൊന്തി വന്നു.
യുധിഷ്ഠിരൻ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു. വളരെ പരിചിതമായ ശബ്ദമാണ്. ആരാണ് ഇത്രത്തോളം ദീനമായി വിലപിക്കുന്നത്? യുധിഷ്ഠിരൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അവരെല്ലാം ഒരേ സമയത്ത് പറയുവാൻ തുടങ്ങി. ഞാൻ ഭീമനാണ്, ഞാൻ അർജുനനാണ്, ഞാൻ നകുലനാണ്, ഞാൻ സഹദേവനാണ്, ഞാൻ ദ്രൗപദിയാണ്, ഞാൻ ദൃഷ്ടദ്യുമ്നനാണ്, ഞങ്ങൾ ദ്രൗപദേയന്മാരാണ്. യുധിഷ്ഠിരൻ ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോയി. അദ്ദേഹം ഏതാനും സമയം സ്തംഭിച്ചു നിന്നു. അദ്ദേഹം ആത്മഗതമായി പറഞ്ഞു, എന്ത്? എൻ്റെ സഹോദരന്മാരും ദ്രൗപദിയും മറ്റും ഇവിടെയാണോ കിടക്കുന്നത്? ഇവരാരും ഒരു ദുഷ്കർമ്മവും ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു? അതോ ഞാൻ സ്വപ്നം കാണുകയാണോ? എനിക്ക് ചിത്തഭ്രമമാണ്. ഇപ്രകാരം പലതും ചിന്തിച്ച് യുധിഷ്ഠിരൻ ദുഃഖത്തിൽ മുഴുകി. അദ്ദേഹത്തിന് ദേവകളും ധർമ്മത്തിൻ്റെ അസഹ്യമായ കോപം തോന്നി. അദ്ദേഹം ദേവദൂതനോട് പറഞ്ഞു, എടോ ദേവദൂത, നീ പോയിക്കൊള്ളുക. നീ ഏത് ദേവന്മാരുടെ ദൂതനാണെന്ന് വെച്ചാൽ അവരോട് പോയി പറയൂ, ഞാൻ അങ്ങോട്ടേക്കില്ലെന്ന്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണെന്നും എൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ കിടക്കുന്ന എൻ്റെ ഭ്രാതാക്കൾക്ക് ആശ്വാസവും ആമോദവും തോന്നുന്നുണ്ടാവുന്നെന്നും ദേവന്മാരെ അറിയിച്ചേക്കുക. യുധിഷ്ഠിരൻ അവിടെ തന്നെ നിൽക്കുവാൻ തീരുമാനിച്ചു. ദേവദൂതൻ ദേവേന്ദ്ര സന്നിധിയിലേക്ക് പോയി വിവരമെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും യുധിഷ്ഠിരൻ നിന്നിരുന്ന സ്ഥലത്തെ അന്ധകാരം നീങ്ങി ദിവ്യമായ തേജപ്രസരം അവിടെയാകെ വ്യാപിച്ചു. സുഗന്ധിയായ മന്ദമാരുതൻ വീശി ചുറ്റുമുണ്ടായിരുന്ന ആർത്തനാദങ്ങളെയെല്ലാം നിലച്ചു. അറപ്പും വെറുപ്പും ഉളവാക്കിയിരുന്ന ആ സ്ഥലം സ്വർഗത്തെ പോലെ ആകർഷണീയവും ശോഭയുമുള്ളതായി തീർന്നു. യുധിഷ്ഠിരൻ ആശ്ചര്യപരിതന്ത്രനായി. പെട്ടെന്ന് യമധർമ്മരാജാവ്, ദേവേന്ദ്രൻ, നാരദൻ, ഋഷി ശ്രേഷ്ഠന്മാർ, ദേവശ്രേഷ്ഠന്മാർ തുടങ്ങിയവരെല്ലാം ധർമ്മപുത്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. യുധിഷ്ഠിരൻ അത്ഭുതം കൂർന്ന മിഴികളോടെ അവരെയെല്ലാം നോക്കി നിന്നു. ദേവേന്ദ്രൻ പറഞ്ഞു, യുധിഷ്ഠിര, ദേവകളെല്ലാം നിന്നിൽ പ്രീതരായിരിക്കുന്നു. അങ്ങ് സിദ്ധി നേടിയിരിക്കുന്നു. ഭാരത യുദ്ധത്തിൽ വെച്ച് അശ്വത്ഥാമ ഹതം കുഞ്ചര എന്നൊരു വ്യാജമൊഴി നീ പറഞ്ഞില്ലേ? അതിൻ്റെ ശിക്ഷയായിട്ട് അങ്ങയ്ക്ക് നരകം കാണുവാൻ ശിക്ഷയുണ്ടായിരുന്നു. അതാണ് അങ്ങ് നരകം കാണുവാൻ ഇടയായത്. കൃത്രിമമായി മായാകൽപിതമായ നരകമാണിത്. കൃത്രിമമായിട്ടാണല്ലോ അങ്ങ് അസത്യം പറഞ്ഞത്. അതുകൊണ്ടാണ് കൃത്രിമ നരകത്തെ കാണിച്ചത്. എല്ലാ രാജാക്കന്മാരും നരകം കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ചില പാപങ്ങൾ എല്ലാവരിലും ഉണ്ടാകും. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും നരകം കാണേണ്ടി വരാറുണ്ട്. അതങ്ങയ്ക്കും വേണ്ടി വന്നേ എന്നുള്ളൂ. കൂടാതെ നരകത്തിൻ്റെ കാഠിന്യം അറിയുമ്പോഴാണ് സ്വർഗത്തിൻ്റെ മഹിമ ശരിക്കും അറിയുവാൻ കഴിയുന്നത്. അങ്ങയുടെ അനുജന്മാർ, പത്നി, പുത്രന്മാർ, ബന്ധുക്കൾ എന്നിവരാരും നരകയാതന അനുഭവിക്കേണ്ടവരല്ല. അവരൊക്കെ ദിവ്യാനുഭൂതികളോടുകൂടി ഇതേ സ്വർഗത്തിൽ രമിച്ചു വരുന്നുണ്ട്. അങ്ങയ്ക്ക് അവരെയെല്ലാം വഴി കാണുവാൻ കഴിയും. എന്നാൽ അതിനു മുമ്പായി അങ്ങ് ആകാശഗംഗയിൽ മുങ്ങി സ്നാനം ചെയ്യണം. അതോടുകൂടി അങ്ങയുടെ മനുഷ്യ ശരീരവും മനുഷ്യബുദ്ധിയും പോയി ദിവ്യശരീരവും ദിവ്യഭാവവും ലഭിക്കും. യുധിഷ്ഠിരന്റെ പരിഭ്രമവുമെല്ലാം അസ്തമിച്ചു. അദ്ദേഹം ആകാശഗംഗയിലെറിഞ്ഞു മുങ്ങി. അപ്പോൾ അദ്ദേഹം ദിവ്യസ്വരൂപനും തേജോമയനുമായ ദേവനായി മാറി. അദ്ദേഹത്തിൻ്റെ വൈരവും ദുഃഖവും അദ്ദേഹത്തെ വിട്ടകന്നു. മുനിമാർ അദ്ദേഹത്തെ സ്തുതിച്ചു. അനന്തരം എല്ലാവരും കൂടി സ്വർഗലോകത്തിൻ്റെ വിവിധ ഭാവങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനുമായി അർജുനൻ സല്ലപിച്ചുകൊണ്ടിരുന്ന കാഴ്ച യുധിഷ്ഠിരനെ പുളകം കൊള്ളിച്ചു. വാസുദേവന്റെ സുദർശന ചക്രം തുടങ്ങിയ ആയുധങ്ങൾ സ്വരൂപത്തെ പ്രാപിച്ച് അദ്ദേഹത്തിൻ്റെ 4 ഭാഗത്തു നിന്നും ഭഗവാനെ സേവിക്കുന്നുണ്ടായിരുന്നു. മൂർത്തിമാനായ വായുവിൻ്റെ സമീപത്ത് ദിവ്യമൂർത്തിയായിരുന്ന ഭീമസേനനെ യുധിഷ്ഠിരൻ സന്ദർശിച്ചു. അശ്വിനി ദേവകൾക്ക് സമീപമായി നകുല സഹദേവന്മാർ ആസനസ്ഥരായിരുന്നു. വസുക്കളുടെ മധ്യത്തിൽ പരിലസിച്ചിരുന്ന ഭീഷ്മരെയും ദേവന്മാരോടൊപ്പം ഇരുന്നിരുന്ന ദ്രോണനെയും കണ്ടപ്പോൾ യുധിഷ്ഠിരന്റെ നേത്രങ്ങളിൽ ആനന്ദബാഷ്പം മുതിർന്നു. ശാസ്ത്രധര ശ്രേഷ്ഠനായ കർണനെ ദ്വാദശതാത്യന്മാരോട് ഒരുമിച്ച് കണ്ടപ്പോൾ കുരുനന്ദനൻ ഹർഷപുളകം കൊണ്ടു. ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, പാണ്ഡു, ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, അഭിമന്യു, ശിഖണ്ഡി, ധ്രുവദൻ, വിരാടൻ എന്നിങ്ങനെ ഭാരതയുദ്ധത്തിൽ മൃതിയടഞ്ഞ സുഹൃത്തുക്കളായ എല്ലാ വീരന്മാരെയും കണ്ട് അദ്ദേഹം ആനന്ദിച്ചു. അപ്സരസുകൾ സേവിക്കുന്ന പാഞ്ചാലിയെ അദ്ദേഹം ദർശിച്ചു. ഇത്രയും സൗന്ദര്യവതിയായി ദ്രൗപദിയെ ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിരുന്നില്ല. അവളെ കണ്ടപ്പോൾ വികാരവിവശനായ അദ്ദേഹം അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു. എന്നാൽ പാർഷദി അദ്ദേഹത്തിൽ നിന്ന് അകഞ്ഞു മാറിക്കളഞ്ഞു. അപ്പോഴാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അംശാവതാരമായിട്ടുള്ള പാർഷദി ജന്മമെടുത്തതുണ്ടെന്നുള്ള വസ്തുത അദ്ദേഹം മനസ്സിലാക്കിയത്. അദ്ദേഹം പിന്നിലേക്ക് നീങ്ങി. അങ്ങനെ പാണ്ഡവന്മാരും അവരുടെ എല്ലാ ബന്ധുജനങ്ങളും സ്വർഗലോകത്ത് അമാനുഷ്യങ്ങളും ദിവ്യങ്ങളുമായ സുഖഭോഗങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു വന്നു. ധർമ്മപുത്രന്റെ സ്ഥാനം സ്വർഗലോകത്തിലും മേലെയുള്ള ഊർധ്വലോകത്തിലായിരുന്നു. അദ്ദേഹം ധാരാളം യാഗങ്ങൾ നടത്തുകയും കണക്കില്ലാതെ ദാനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാണ്ഡതാവ്, അർക്കളൻ, ഭഗീരഥൻ തുടങ്ങിയ രാജഋഷി ശ്രേഷ്ഠന്മാർ വസിച്ചിരുന്ന പവിത്ര ലോകത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അതാകട്ടെ സ്വർഗത്തിൽ നിന്നും വളരെ മുകളിലായിരുന്നു. അതാത് സ്ഥാനങ്ങളിൽ അവരൊക്കെ അമാനുഷ്യന്മാരായ ദിവ്യ അനുഭവങ്ങളോടും കൂടി ചിരകാലം വാണു. ഇതോടുകൂടി സ്വർഗാരോഹണ പർവ്വവും സമാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി. ഇതോടുകൂടി മഹാഭാരതം എന്ന ടോക്സൻസ് അവതരിപ്പിക്കുന്ന ഈ ഒരു ഓഡിയോ ബുക്ക് കംപ്ലീറ്റ്ലി സമാപിച്ചിരിക്കുകയാണ്. മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ 18 പർവ്വങ്ങളിലെ മുഖ്യധാരയിൽ ഒഴുകുന്ന എല്ലാ കഥയും സന്ദർഭങ്ങളും കാലഘട്ടങ്ങളും എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ നിന്ന എല്ലാവർക്കും 1000 നന്ദി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അത്യുത്ഥാനമധർമ്മസ്യ തദാത്മം സുജാമ്യഹം പരിത്രാണായ സാധൂനാ വിനാശായ ചതുഷ്കൃത ധർമ്മസംസ്ഥാപനാർത്ഥായാം സംഭവാനി യുഗേ യുഗേ.